ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള വേറൊരു കാരണം കൂടി ഉണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളം ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ പിള്ളേരുകളാണ്ട, അവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞൊരു വീഡിയോ ഒന്നുകൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതുതന്നെയല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എല്ലാവർക്കും ഭയങ്കര സംശയം, എന്താണ് വീഡിയോ ഇട്ടിട്ട് പിന്നെ വീഡിയോ ഒന്നും ഇടാത്തതെന്ന് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഒരു വീഡിയോ കൂടി ഇറക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് നമ്മൾ സഫലീകരിച്ചു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെറുപ്പം തുടങ്ങിയ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഇന്ന് നിറവേറ്റാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്സും കൂടിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പം ഇനി അത് ആഗ്രഹം എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് സാധനം. കണ്ടിപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഫോട്ടോ ഒക്കെ കണ്ടുകഴിയുമ്പോൾ ഏറെക്കുറെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഒരു എയർ ഗണ്ണ് നമ്മളിന്ന് എടുത്തേക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യം ഉണ്ടാവും, ഈ എയർ ഗണ്ണ് എടുത്തു കഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്ന്. തോക്കാണല്ലോ. അപ്പോൾ ഈ എയർ ഗണ്ണ് വാങ്ങിക്കാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരാളുടെ ID പ്രൂഫും ആ ID പ്രൂഫും അഡ്രസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എയർ ഗണ്ണ് എടുക്കാവുന്നതാണ്. വേറെ നിയമ പ്രശ്നമൊന്നുമില്ല. അതിട്ട് ആരും വെടിവെക്കാണ്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ പക്ഷിമൃഗാദികളെ വെടിവെക്കാൻ പാടില്ല. അതൊക്കെ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിൽ പോയാൽ നല്ല കേസുകളുണ്ടാവും. അത് ചിലപ്പോൾ തീരാത്ത കാലത്തോളം അങ്ങനെ കേസുകളുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഒരു എയർ ഗണ്ണ് എടുത്തതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഒരു രസം മാത്രം. എല്ലപ്പോഴും ഇരിക്കുക, ഒരു ഉന്നം പരിശോധിക്കുക, ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുക, അതിൽ ഇത്ര നിശ്ചിത ദൂരത്തിൽ നമുക്ക് എങ്ങനെ ഉന്നത്തിൽ വെടിവെക്കാൻ പറ്റുമോ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു എയർ ഗൺ എടുത്തത്. അപ്പോൾ നിങ്ങളായാലും ആരായാലും വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടികൾക്കൊന്നും ഉപയോഗിക്കാതെ ഉന്നം പരിശോധിക്കാൻ മാത്രമായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഗണ്ണ് പരിചയപ്പെടുത്താം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നത് NX200 അദേനയുടെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഇതിൻ്റെ റേഞ്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു 450 മീറ്റർ വരെയൊക്കെയാണ് റേഞ്ച് കപ്പാസിറ്റി വരുന്നത്. അത് ഫുൾ പവർ അല്ല, അതിൻ്റെ ഹാഫ് പവർ വരെയാണ്. നമുക്കൊരു 100 മീറ്റർ വരെ നമുക്ക് നല്ല ഫുൾ പവറിൽ അതിൻ്റെ ഒരേ പവറിൽ തന്നെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം വരുന്നത്. നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സേഫ് ആക്കാനുള്ള ഒരു തെർമോകോൾ പോലെയുള്ള ഒരു കവറിങ് തന്നിട്ടുണ്ട്. ഗണ്ണാണെങ്കിൽ നമുക്കിത് കവറിൽ പൊതിഞ്ഞ് ക്ലിയർ ആയിട്ടാണ് തന്നേക്കുന്നത്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 5-6 കിലോത്തോളം തൂക്കം വരുന്ന വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്കിത് അവർ ഫ്രീ ആയിട്ട് തന്നേക്കുന്നത് ഓയിൽ ക്യാൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ കുറേ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള LK സെറ്റ് തന്നിട്ടുണ്ട്. കുറേ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനം വൈബ്രേറ്റ് വന്നിട്ട് ഇതിൻ്റെ എല്ലാ നെറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ ലൂസാവും. അത് ടൈറ്റ് ആക്കാനായിട്ടുള്ള LK സെറ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സാമ്പിൾ പെല്ലറ്റിൻ്റെ സെറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 50 പെല്ലറ്റ് ഇട്ട് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റാവുന്ന ചെറിയ സെറ്റാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് 500 പീസിൻ്റെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയതാണ്. നമ്മൾ 500 പീസ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട് ബുള്ളറ്റ്. ഒന്നത് ഷാർപ്പ് ടൈപ്പും വരുന്നുണ്ട്, ഒന്ന് ഫ്ലാറ്റ് ടൈപ്പും വരുന്നുണ്ട്. അങ്ങനെ 2 ടൈപ്പിൻ്റെയാണ് പെല്ലറ്റുകൾ വരുന്നത്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മളിതിനത് കവറെല്ലാം ഊരിയിട്ട് നമ്മളെല്ലാം ബോക്സ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐറ്റം വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഷൂട്ടിംഗ് പവർ എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. ഈ ഒരു മോഡൽ എടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോഡിങ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ അൺലോക്ക് സിസ്റ്റവും എല്ലാം വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മരത്തോണ്ടുള്ള ഡിസൈനിലുള്ള മോഡലൊക്കെ വരുന്നത്, അത് കണ്ടാൽ ശരിക്കും നമുക്ക് തോക്കാണെന്ന് തോന്നുന്ന മോഡലിലുള്ള തോക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നമ്മളിത് ലോഡ് ചെയ്യാനായിട്ട്, അത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ലോഡ് ചെയ്യാനായിട്ട് നല്ല പവർ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത്രയും പവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുകയാണെന്നില്ല. ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ വീട്ടിൽ നമ്മൾ ആരെങ്കിലും ഇതുപോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതല്ല, ഇതിൻ്റെ സേഫ്റ്റി ലോക്ക് വരുന്നത് ഇവിടെയാണ്. സേഫ്റ്റി ലോക്ക് വളരെ നമുക്കിത് ലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സേഫ്റ്റി ലോക്ക് തട്ടിയാൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ എളുപ്പമാണ്. പിന്നെ അത്യാവശ്യം കാണാൻ നല്ലൊരു മോഡലാണ്. ബ്ലാക്ക് കളർ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. എന്നാലും ഇത് നല്ല ക്ലിയർ ആയിട്ട് വരാവുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാൻ പോകണം. ആ ഡെമോ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ നമ്മുടെ കയ്യിലുള്ള ആ 2 ടൈപ്പ് ബുള്ളറ്റും നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ടൈപ്പ് പെല്ലറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഷാർപ്പ് ടൈപ്പ് പെല്ലറ്റ് വരുന്നത്. ഷാർപ്പ് ടൈപ്പ് പെല്ലറ്റ് വരുന്നത്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മളൊരു ഡെമോ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഗണ്ണിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടല്ലോ, കറക്റ്റ് നല്ല പൊസിഷനിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടും കറക്റ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിപ്പോൾ നമുക്കിങ്ങനെ പിടിക്കാനായാലും കറക്റ്റ് ഹോൾഡിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡെമോ ചെയ്യാൻ പോവാണ്. ഡെമോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആദ്യം തന്നെ നമ്മൾ ഏതൊരു ഗണ്ണായാലും എയർ ഗണ്ണായാലും ഫസ്റ്റ് തന്നെ നമ്മൾ അതിനുള്ള പവർ ആദ്യം സെറ്റ് ചെയ്യണം. പവർ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇത് നമ്മുടെ കാലിൽ നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ സാധനം പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. പതുക്കെ തട്ടിയതിന് ശേഷം ഇത് വലിച്ച് നമ്മൾ താഴ്ത്തിയാക്കുക. അതിനുശേഷം നമ്മളിവിടെ ഈ പെല്ലറ്റ് ഇടാനുള്ള ഒരു ഹോൾഡർ ഉണ്ട്. നമ്മളിത് ഷാർപ്പ് എഡ്ജാണ് എടുക്കുന്നത്. നമ്മളിത് അതിലേക്ക് പതുക്കെ വെറുതെ തട്ടി കൊടുക്കും. ഈ തട്ടി കൊടുത്തതിന് ശേഷം ഇത് നമ്മളിത് വെറുതെ ലോഡ് ചെയ്തു. ഇത്രയാണ് ഇതിൻ്റെ ലോഡിങ് ഉള്ളൂ. നമ്മൾ ഈ സാധനം ലോഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് അതിനുള്ളിൽ ഷൂട്ട് ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഓൾറെഡി ആ പവർ ഇറങ്ങി പോകുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിപ്പോൾ ഞെങ്ങിയാലും ഷൂട്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന് സേഫ്റ്റി ലോക്ക് ഉള്ളതുകൊണ്ട് ഷൂട്ടാവില്ല. ഇത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഭാഗം നമ്മുടെ ഷോൾഡറിൽ ഹോൾഡ് ചെയ്യണം. മറ്റു ഭാഗം ഈ കയ്യിൽ ഹോൾഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഏതാണോ നമ്മുടെ ഷൂട്ടിംഗ് പൊസിഷൻ വരുന്നത് ആ പൊസിഷനിലേക്ക് നമ്മൾ വെച്ചതിന് ശേഷം ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു പോയിൻറ്റും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കറക്റ്റ് ആ പോയിന്റിലേക്ക് വെക്കണം. അതിനുശേഷം നമ്മൾ ഇടത് കണ്ണടച്ച് വലത് കണ്ണിലൂടെ നമ്മൾ ആ പോയിന്റ് കറക്റ്റ് സെറ്റാക്കിയതിന് ശേഷം ഇതാണ് ഇതിൻ്റെ സേഫ്റ്റി ലോക്ക് വരുന്നത്. ഈ സേഫ്റ്റി ലോക്ക് തട്ടി കൊടുക്കണം. ഇതുപോലെ തട്ടി കൊടുത്തതിന് ശേഷം ഇനി ഷൂട്ടാവുള്ളൂ. നമ്മൾ ജസ്റ്റ് അത് എടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെടി ഉതിർത്ത് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഡെമോ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ എത്ര ടൈം ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നുവോ ഇതിൻ്റെ ലോങ് റേഞ്ച് എന്ന് പറയുന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. നമുക്ക് 1 മിനിറ്റോ 2 മിനിറ്റിലോ കൂടുതലോ ഇത് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഡെമോ എന്ന് പറയുന്നത്. ഇനി നമ്മളിത് അടുത്തൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒരു ചെറിയൊരു പോയിന്റ് സെറ്റ് ചെയ്തിട്ട് ആ പോയിന്റിലേക്ക് നമ്മൾ ഇത് കൊള്ളിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇനി ഈ ഒരു കുപ്പി വെക്കുകയാണ്. ഒരു നിശ്ചിത ദൂരത്തിൽ ഈ ഒരു കുപ്പി വെച്ചിട്ട് നമ്മൾ ആ കുപ്പിയുമ്പോൾ ഇനി വെടിവെച്ച് കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളിത് വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ 0 പോയിൻ്റ് എല്ലാം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് നമ്മൾ ഹോൾഡറിലേക്ക് കൊള്ളിക്കാനായിട്ട് 0 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ 2 ഹോൾഡറുകൾ വരുന്നത്. അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നമുക്ക് ഓൾറെഡി അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ പോയിന്റ് കറക്റ്റ് കൊള്ളിക്കാൻ പറ്റുമെന്നാണ് ഇനി നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുപ്പി സെറ്റ് ചെയ്യണം. കുപ്പി നമ്മളിത് ഈ ഒരു തൂണിൻ്റെ മുകളിലാണ് വെക്കണേ. അപ്പോൾ നമ്മൾ ഈ സാധനം ആര് വാങ്ങിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിലും ഒരിക്കലും നേരെ താഴേക്കോ ആരുടെ നേരെയും ഷൂട്ട് ചെയ്യാൻ പാടില്ല. നമ്മളൊരു എന്താ പറയുക ഒരു മീഡിയം റേഞ്ചിലേക്ക് മാത്രമേ ഇത് ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഒരുപാട് ദൂരേക്കൊന്നും പോകണില്ല, കാരണം അതിനുള്ള ഉന്നം നമുക്ക് ആയിട്ടില്ല. അപ്പോൾ നമുക്കൊരു നിശ്ചിതമായൊരു 10 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്റർ ദൂരത്ത് നിന്ന് നമുക്ക് ആദ്യം ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുപ്പിയിൽ ഇത്രയും ദൂരത്തിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇതാണ് നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് ആയിട്ട് വെച്ചത്. ഏറെക്കുറെ ഒരു 10-15 മീറ്ററിൻ്റെ അടുത്തുണ്ടാവും. നമ്മളപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇതാ പെല്ലറ്റ് എടുത്തിട്ടുണ്ട്. റൗണ്ട് ടൈപ്പ് പെല്ലറ്റാണ് എടുത്തത്. ഇത് ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് വെച്ചിട്ടുണ്ട്, പറഞ്ഞ പോലെ തട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഏറെക്കുറെ എൻ്റെ ഉന്നം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഫസ്റ്റത്തെ ഷൂട്ടിൽ തന്നെ കുപ്പി വീണിട്ടുണ്ട്. കുപ്പിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല ഒരിക്കലും. ആദ്യത്തെ ഷൂട്ട് തന്നെ കൊണ്ടുവന്ന് നമ്മൾ വിചാരിച്ചില്ല. അയ്യോ, കുപ്പി വെള്ളത്തിൽ പോയി. അപ്പോൾ അതേ കുപ്പി വെള്ളത്തിൽ വീണു. നമ്മളിപ്പോൾ ഏതൊക്കെ കമ്പ് ഇരിക്കുന്നുണ്ട്, ആ കമ്പ് വെച്ചിട്ട് നമുക്ക് അടുപ്പിക്കാം. അപ്പോൾ ഇതാണ് കുപ്പിയുടെ അവസ്ഥ. എവിടെ കൊണ്ടുവന്ന് നോക്കാന് കറക്റ്റായിട്ട് ഇതേ കുപ്പിയുടെ ഇവിടെ തന്നെ കൊണ്ടുണ്ട്. ഇതേ ഇപ്പുറത്തോടെ തുളഞ്ഞു വന്നിട്ടുണ്ട്. 2 സൈഡും ഓട്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വെറും ഒരു 10-15 മീറ്റർ ദൂരത്ത് നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഷൂട്ട് തന്നെ ഞാൻ സക്സസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് എല്ലാവർക്കും ആഗ്രഹം, അപ്പോൾ അവർക്കും ഷൂട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ മിന്നുമാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മിന്നുവിന് ഞാനിത് പിടിക്കാനുള്ള ശേഷിയില്ലാത്ത കാരണം നമ്മൾ കയ്യിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ലോഡ് ചെയ്യാണ്. ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ മിന്നിന് കൊടുക്കുകയാണ്. മിന്നു ഇതേ പിടിച്ചിട്ടുണ്ട്. ഇതേ ലോക്ക് തട്ടിയിട്ടുണ്ട്. മിന്നു മുന്നേ നോക്കിയിട്ട് പഠിച്ചോ സക്സസ് ആവുമോ ഇല്ലയെന്ന് നോക്കാം.
കറക്റ്റ് ആക്കണട്ടാ. ആ മേലേക്ക്. ആ കറക്റ്റാ. താഴേക്കാ. ഓക്കെയാ. ഓ മിന്നുൻ്റെ നമ്മൾ ഇത് സക്സസ് ആയില്ല കേട്ടോ. ഇനി അടുത്ത അവസരം നമ്മൾ സുട്ടുവിന് കൊടുക്കുകയാണ്. അവ സുട്ടുവാ കമോൺ. അടുത്ത അവസരം നമ്മൾ സുട്ടുവിന് കൊടുക്കുകയാണ്. സുട്ട് എങ്ങനെ സക്സസ് ആക്കാമെന്ന് നോക്കട്ടെ. തന്നെ സുട്ടുവിനെ ഞാൻ പിടിച്ചു കൊടുക്കണം കേട്ടോ. അവന് തൂക്കി താങ്ങാനുള്ള ശേഷിയുള്ളവരുണ്ട്. അവൻ തന്നെ ഓക്കെ ആക്കിയിട്ട് ലെവൽ ചെയ്തിട്ട് അവൻ തന്നെ വെച്ചിട്ട് തട്ടിയിട്ടുണ്ട്. എന്താന്ന് നോക്കട്ടെ. അതിൻ്റെ ഉന്നം കറക്റ്റ് ആവുന്ന നോക്കട്ടെ. സുട്ട് നമ്മളെ നിരാശപ്പെടുത്തി. അടുത്തത് നമ്മുടെ സൂസിയാണ്. ഇനി സൂസിക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കട്ടെ. സൂസി കറക്റ്റ് ആക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂസിക്കും നമ്മൾ അവസരം കൊടുക്കാണ്. പിടിച്ചോളേ. താങ്ങില്ലേ? ആ ഇനി പിടിച്ചോർത്തോ. അത് നമ്മളെ നിരാശപ്പെടുത്തി. അപ്പം ഇനി അടുത്തത് നമ്മുടെ ക്യാമറമാനായി യദുമോന് കൊടുക്കാണ്. അതെ യദുമോന് ഞാനിത് ലോഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ലോഡ് ചെയ്തതിന് ശേഷം ക്യാമറ ഞാൻ വാങ്ങിക്കാം. അവൻ ഷൂട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ ഞാൻ അവനെ വേണ്ടിയിട്ട് ലോഡ് ചെയ്യണം. ജസ്റ്റ് തട്ടാണ് വേണ്ട. ഇതിൻ്റെ ഒരു ഗുണം അതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ലോഡ് ചെയ്യാം. ജസ്റ്റ് ഒരു തട്ട് തട്ടിയിട്ട് വെറുതെ ലോഡ് ചെയ്യാൻ വേണ്ട. ഇത് തിരിച്ചു വയ്ക്കാനായാലും വേണ്ട. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ബാറ്റൺ യദുമോന് കൈമാറാണ്. അപ്പോൾ കുഞ്ഞൻ അവൻ്റെ കഴിവ് തെളിയിക്കാൻ പോവാണ്. അതിഗംഭീരമായിട്ട് അവൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗണ്ണ് വാങ്ങിച്ചത്. അങ്ങനെ കുറേ കാലത്തെ ആഗ്രഹം നമ്മൾ സഫലീകരിച്ചേക്കാണ്. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എത്ര വർഷം, ഒരു 10, 15, 20 വർഷത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു തോക്ക് വാങ്ങിക്കുക, ജസ്റ്റ് ഇങ്ങനെ വെടി വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതിൽ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിനി അടുത്ത വീഡിയോസ് എങ്ങനെ ആയാലും പറ്റിയ മാസത്തിൽ ഒരു വീഡിയോ എങ്കിലും നമ്മൾ ചെയ്യും. ആഴ്ചയിൽ ഒരു വീഡിയോയിലേക്ക് എത്തിക്കണം ഞാൻ ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നല്ല നല്ല കണ്ടന്റുകളായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനലിൽ ഈ പറഞ്ഞ രീതിയിലുള്ള റിവർ ഹണ്ടർ എന്നാണ് പേരുന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ പരിപാടികളും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫുഡിങ് ഉണ്ടാവും, ട്രാവലിംഗ് ഉണ്ടാവും, ഫിഷിംഗ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനിയുള്ള വീഡിയോസ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനത് പരിഹരിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ അതിൻ്റെ ഒരു ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അതിൽ പരിഹരിച്ച് നമുക്ക് മുന്നേറിക്കൊണ്ട് പോകാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി താല്പര്യം ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ലാന്ന്. അപ്പോൾ പരമാവധി എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.